അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ നിൻ്റെ ദൈവമായ യഹോവയാകുന്നു. പഴയ നിയമ ഇസ്രയേൽ മക്കളോടും പുതിയ നിയമ ഇസ്രയേൽ മക്കളായ എന്നെ കേൾക്കുന്ന സകല വ്യക്തികളോടും യഹോവയായ ദൈവത്തിനെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയിക്കുവാനുള്ള സുവാർത്തയാണിത്. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്നും നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിൻ്റെ ദൈവമാകുന്നുവെന്ന് ആവർത്തന പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമ ഇസ്രയേലായ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെയും ദൈവമാണെന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഉറപ്പ് തരുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ആവർത്തന പുസ്തകം 31-ാം അധ്യായം 8-ാം വാക്യത്തിൽ പഴയ നിയമ ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുന്ന ദൈവവാഗ്ദാനം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നമുക്കും കൂടി ഉള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. നാം ഒരു കാര്യത്തിലും ഭയപ്പെടുകയോ ഭ്രമിക്കുകയോ ചെയ്യുവാൻ പാടില്ല എന്നത് ദൈവകൽപ്പനയാണെന്നും ഇതിന് വിപരീതമായി നാം ഏതെങ്കിലും കാര്യത്തിൽ ദൈവകൽപ്പന ലംഘിച്ച് ഭയപ്പെടുകയോ ഭ്രമിക്കുകയോ ചെയ്താൽ നമുക്ക് യേശുവിലുള്ള വിശ്വാസം നഷ്ടമാകുവാൻ ഇടവരികയും സാത്താൻ നമ്മെ ചതിക്കുവാൻ മുഖാന്തരമായി തീരുകയും ചെയ്യും എന്ന കാര്യം നാം മറന്നു പോകരുത്. നമുക്ക് ദൈവവാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം എപ്രകാരം യഥാർത്ഥ ദൈവമക്കളായി തീരുവാൻ കഴിയും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം മക്കളെ നാം മക്കൾ എന്ന് പറയും. അതുപോലെ തന്നെ അയൽപ്പക്കത്തുള്ള മക്കളെയും മക്കൾ എന്ന് തന്നെ പറയുകയും വിളിക്കുകയും ചെയ്യും. നമ്മുടെ മക്കൾക്കും അയൽക്കാരുടെ മക്കൾക്കും ഭക്ഷണ സാധനങ്ങളും മധുരപലഹാരങ്ങളും നൽകുകയും ചെയ്യും. എന്നാൽ നമ്മുടെ മക്കൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളും നാം നിവർത്തിച്ചു കൊടുക്കുകയും നമ്മുടെ എല്ലാ സമ്പത്തും നമ്മുടെ മക്കൾക്ക് നൽകുകയും ചെയ്യും. അന്യൻ്റെ മക്കൾക്ക് വല്ലപ്പോഴും അല്പം സഹായം ചെയ്യുമെങ്കിലും അന്യൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുവാനോ നമ്മുടെ വസ്തുവകകൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് പോലെ അന്യൻ്റെ മക്കൾക്ക് കൊടുക്കുവാനോ നാം ഒരിക്കലും തയ്യാറാകാത്തതുപോലെ ദൈവം എല്ലാ മക്കൾക്കും നന്മകൾ നൽകും. എന്നാൽ പരിശുദ്ധാത്മാവിനെയും പുത്രത്വവും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രിയപുത്രൻ ആകുവാനുള്ള അവസരവും ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കൾ ആയിത്തീരുന്ന വ്യവസ്ഥ പ്രകാരം ദൈവമക്കളായിത്തീരുന്നവർക്ക് വേണ്ടി മാത്രം ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്യം ആംപ്ലിഫൈഡ് ബൈബിളിൽ ബട്ട് ടു as many as did receive and welcome him, he gave the right to become children of God, that is, to those who believe in his name എന്നാണ്. റൈറ്റ് എന്നാൽ ദ അതോറിറ്റി, ദ പ്രിവിലേജ് എന്നും ബിലീവ് എന്നാൽ ട്രസ്റ്റ് ഇൻ ആൻഡ് റിലേ ഓൺ എന്നുമാകുന്നു അർത്ഥം. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം അഥവാ കൽപ്പനകൾ പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും എന്ന് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം കേട്ടുകൊണ്ടിരുന്ന ബൈബിൾ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ പ്രിയ മകനും മകളുമായി ദൈവത്തിൻ്റെ സകല ആത്മീകാനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ നാം ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം രക്ഷിതാവായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മഹാപാപപരിഹാര യാഗമായി തീർന്നുകൊണ്ട് അവൻ്റെ നിർമ്മല രക്തം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകേണ്ടതിന് ചൊരിഞ്ഞു എന്ന് വിശ്വസിക്കുകയും അവൻ മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുകയും അല്പകാലം കഴിഞ്ഞ് വിശുദ്ധ ജീവിതം നയിച്ച് ജീവിക്കുന്ന തൻ്റെ വിശുദ്ധരെ ചേർക്കുവാൻ വീണ്ടും വരുമെന്ന് പ്രത്യാശയോടെ അവനെ കാത്തിരിക്കുകയും ചെയ്യുക എന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും
ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ അവൻ എങ്ങനെ കൈക്കൊള്ളാം എന്നും അവൻ എപ്രകാരമാണ് വിശ്വസിക്കേണ്ടത് എന്നുമുള്ള ലഘു വിവരണമാണ് നാം കേട്ടത്. നാം യേശുവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, യേശുവേ, എൻ്റെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവും കർത്താവുമായി അങ്ങയെ ഞാൻ വിശ്വസിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ കർത്താവായി എൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നു മുതൽ അങ്ങ് എൻ്റെ ഹൃദയം ഭരിക്കുന്ന രാജാതി രാജാവായി വാഴണമേ. ഇനി ഞാൻ പാപം ചെയ്യാതെ ജീവിച്ചു കൊള്ളാം എന്ന് യേശുവിനോട് ഇന്ന് തന്നെ പ്രാർത്ഥിക്കാമോ? ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ അവൻ നമ്മുടെ ഹൃദയം ഭരിക്കുകയും നമ്മുടെ നിരാശ മാറ്റുകയും നമ്മുടെ ഭയത്തെ അടിച്ച് പുറത്താക്കുകയും അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ നിറയ്ക്കുകയും ചെയ്യും. വീണ്ടും നാം പാപം ചെയ്ത് ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുവാനായി ബൈബിൾ മുടക്കം കൂടാതെ തുടർച്ചയായി വായിക്കുകയും അനുസരിക്കുവാനായി ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ ജീവിതാന്ത്യം വരെ അനുസരിക്കുകയും ചെയ്താൽ നിത്യാനന്ദം നമുക്ക് യേശു കർത്താവ് തരികയും നിത്യജീവന് നാം അവകാശികളായി തീരുകയും ചെയ്യും എന്നതിന് സംശയമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവ്, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ ദൈവിക ജ്ഞാനത്താൽ അടിയനെയും അങ്ങയുടെ മക്കളെയും നിറയ്ക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. നല്ല കുടുംബജീവിതം നയിക്കുവാൻ ആവശ്യമായ ദൈവകൃപയും സഹിഷ്ണുതയും അടിയനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകി തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.